അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇത്തവണ ഇറാൻ ആക്രമണം നടത്തിയത് എല്ലാ ചുവപ്പ് വരകളെയും മറികടന്നുകൊണ്ടാണ്. അമേരിക്കയുടെ സൈനികർ സംഘടിച്ചു നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അമേരിക്കയുടെ 13 സൈനികർക്കെങ്കിലും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്കയെ ചെറുതായിട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിൽ മീറ്റിംഗിൽ ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ ഓവറാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് കടക്കുന്ന സൂചനയാണ് ഇതിൽ നിന്ന് വരുന്നത്. പ്രധാനമായും ഈ ഒരു സംഘട്ടനം അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും ആരംഭിക്കാനുണ്ടായ കാരണം 3 കപ്പലുകൾ, ഒന്ന് സൗദി അറേബ്യയുടെ കപ്പലാണ്, മറ്റൊന്ന് ഖത്തറിൻ്റെതാണ്, മൂന്നാമത്തേത് ഈ UAE-യുടേതാണ്. ഈ 3 കപ്പലുകളെയുമാണ് ഇറാൻ ആക്രമിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, സൗദി അറേബ്യയുടെ കപ്പലിന് പൂർണ്ണമായ സുരക്ഷ അമേരിക്ക നൽകിയിരുന്നു. അമേരിക്കയുടെ പൂർണ്ണമായ സുരക്ഷയോടുകൂടെയാണ് ഈ കപ്പൽ സർവീസ് നടത്താൻ ശ്രമിച്ചത്. പക്ഷെ ആ കപ്പലിനെയും ഇറാൻ ആക്രമിക്കുകയായിരുന്നു. ഇറാൻ സാധാരണ ബോട്ടുകൾക്കിടയിൽ നിന്നാണ് അവരുടെ സൈനിക ബോട്ടുകൾ കുതിച്ചു വന്ന് ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. സാധാരണ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാധാരണ ബോട്ടുകൾക്കിടയിൽ നിന്നാണ് ഈ ബോട്ട് കടന്നു വന്നത്. പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. ഇങ്ങനെ അമേരിക്കയുടെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇറാൻ സൗദി അറേബ്യയുടെ, അതുപോലെ ഖത്തറിന്റെയും, അതുപോലെ UAE-യുടെയും കപ്പലുകൾക്ക്, വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഇതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അമേരിക്ക ശക്തമായ ആക്രമണം 80 കേന്ദ്രങ്ങളിൽ നടത്തിയെന്ന് അമേരിക്ക പറയുമ്പോൾ, ഇറാൻ ആവട്ടെ 85 കേന്ദ്രങ്ങളെയാണ്, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഇൻഡസ്ട്രിയൽ ഏരിയകളെ പ്രധാനമായും തെരഞ്ഞെടുത്ത് ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ എല്ലാ സീമകളെയും, എല്ലാ ചുവപ്പ് ലൈനുകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം അമേരിക്കക്ക് വലിയൊരു സൂചന നൽകുന്നുണ്ട്. ഇനി അമേരിക്കക്കെതിരെ ഉണ്ടാകുന്ന തിരിച്ചടികളിൽ ഞങ്ങൾ ഒന്നും നോക്കുന്നില്ല, എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് കടുത്ത ആക്രമണം നടത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ട്രംപ് വളരെ ആദ്യം തന്നെ, യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അമേരിക്കൻ സൈനികരെ കൊന്നുകഴിഞ്ഞാൽ അത് ഗുരുതരമായ, അത് ചുവപ്പ് ലൈനാണ്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന്. എന്നാൽ ഇറാനെതിരെ ഇനി അമേരിക്ക എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും അമേരിക്ക ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തള്ളിക്കളഞ്ഞ് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്നതിലേക്കാണ് പോകുന്നത് എന്നാണ് അവസാന സൂചനകൾ നൽകുന്നത്.